ആയിരക്കണക്കിന് അധ്യാപക നിയമനങ്ങൾ ഇപ്പോഴും അപ്രഖ്യാപിത നിരോധനത്തിലാണ്. ഉച്ചഭക്ഷണം, യൂണിഫോം വിതരണം തുടങ്ങി കുട്ടികളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നുവെന്ന് ബെന്നി ബെഹനാൻ. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ KPSTA നടത്തിയ ധർണയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് KPSTA സംസ്ഥാനത്തെ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകൾക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രതിബദ്ധതയുണ്ട്. നിങ്ങൾ സംഘടിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോഴും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണവാന ഉയർച്ചയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ അതിന്റെ മാന്യം നിലനിർത്തുന്നതിന് വേണ്ടി KPSTA പോലുള്ള പ്രസ്ഥാനം നടത്തിവരുന്ന എപ്പോഴും എടുത്തിരുന്ന സമീപനത്തെ അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഈ സമരം ഇതൊരു തുടക്കമാണ്. നിങ്ങൾ നടത്തുന്ന ഇത്തരം സമരങ്ങൾക്ക്, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ആവശ്യങ്ങൾക്ക് പൊതുപ്രവർത്തകർ നിലയിൽ, ജനപ്രതിനിധികൾ നിലയിൽ ഞങ്ങൾ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പുരോഗതിയെ നിർണ്ണയിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്ഥിരം നിയമനം നൽകാതെ ദിവസക്കൂലിക്കാരാക്കി അപമാനിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ തകർക്കുമെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. എല്ലാ അധ്യാപകർക്കും നിയമന അംഗീകാരവും ജോലി സംരക്ഷണവും ഉറപ്പാക്കുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക, കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, 9-10 ക്ലാസുകളിലെ 40 കുട്ടികൾക്ക് ഒരു അധ്യാപിക എന്ന അനുപാതം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSTA ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് തോമസ് പീറ്റർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TU സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷക്കീല ബീവി, രഞ്ജിത്ത് മാത്യു, അജിമോൻ പൌലോസ്, ജില്ലാ സെക്രട്ടറി ബിജു കുര്യൻ, ട്രഷറർ ഷിബി ശങ്കർ, ഭാരവാഹികളായ ബിജു വർഗീസ്, ലാക്ടോ ദാസ്, റെജി MS, സെലീന ജോർജ്, MM മൈക്കിൾ, മുരളി TA, മാർട്ടിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുവിദ്യാലയത്തിൽ ഇന്ന് കേരളത്തിലെ മന്ത്രിമാരുടെ എത്ര മക്കൾ പഠിക്കുന്നുണ്ട്? നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആദരണീയരായ മന്ത്രി P രാജീവിന്റെ മകൾ എവിടെയാണ് പഠിക്കുന്നത്? മകൻ എവിടെയാണ് പഠിക്കുന്നത്? കേരളത്തിലെ മന്ത്രിമാരുടെ മക്കൾ, കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്? നമ്മളെല്ലാം ഇന്ന് ഈ ബൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ മകൻ 1ാം ക്ലാസ്സിലും മകൾ 8ാം ക്ലാസ്സിലും കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടാണ് ഇത്ര ആവേശത്തോടു കൂടി ഈ മഴയത്ത് സംസാരിക്കാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,